പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ദൈവത്തിൻ്റെ കൃപയാൽ സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നാം ചിന്തിക്കുന്ന ദൈവവചനം 145 സങ്കീർത്തനം 19 വാക്യമാണ്. തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം സാധിപ്പിക്കും എന്ന് നാം അവിടെ വായിക്കുന്നു. ദൈവസന്നിധിയിൽ അവിടെ വായിക്കുമ്പോൾ ഒന്ന് ഭക്തന്മാരായിരിക്കുക. ആരുടെ? ദൈവത്തിൻ്റെ ഭക്തന്മാരായിരിക്കുക. അവരുടെ ആഗ്രഹമാണ് ദൈവം സാധിപ്പിച്ചു കൊടുക്കുന്നത്. കർത്താവിൻ്റെ കൃപയിൽ ആയിരിക്കുമ്പോൾ തന്നെ ഭക്തരായിരിക്കുക എന്ന് പറഞ്ഞാൽ പ്രതികൂല സാഹചര്യത്തിൽ ഭക്തരായിരിക്കുക. അനുകൂല സാഹചര്യങ്ങളുണ്ട്. എല്ലാം അനുകൂലമാണെങ്കിൽ നമുക്ക് ഭക്തിയോടിരിക്കുന്നതിന് എന്താ തടസ്സം? എന്താ പ്രയാസം? എന്നാൽ പ്രതികൂല സാഹചര്യത്തിൽ അല്ലേ, തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഓബദ്യാവെന്ന ദൈവദാസനെക്കുറിച്ച് ഇവിടെ വായിക്കുന്നത്, തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നത്, യഹോവയെങ്കിൽ മഹാഭക്തനായിരുന്നു. എവിടെ ജോലി? അഹാബിൻ്റെ കൊട്ടാരത്തിൽ അല്ലേ. അവിടുത്തെ ജോലി അവന് പ്രയാസമുള്ള ജോലിയാണ്. അവിടെ ഒരു ആരാധനയ്ക്കോ പ്രാർത്ഥനയ്ക്കോ സ്വാതന്ത്ര്യമില്ല. എങ്കിലും അവൻ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ഭക്തനായി ജീവിച്ചു. അതുകൊണ്ടാണ് ആ സാക്ഷ്യം ദൈവത്തിൻ്റെ വചനത്തിൽ അത് എഴുതിപ്പെടുവാനിടയായത്. പ്രിയരെ, ഏത് പ്രതികൂല സാഹചര്യത്തിലും നമ്മുടെ കർത്താവിൻ്റെ സന്നദ്ധിയിൽ ദൈവം എന്നെ അറിയുന്നു, ദൈവത്തോട് ഞാൻ പാപം ചെയ്യാൻ പാടില്ല എന്നൊരു തീരുമാനമെടുത്ത് ദൈവത്തിന് മഹത്വം കൊടുത്താൽ ദൈവം നമ്മളെ സഹായിപ്പാനും കരുതുവാനും ശക്തനാണ്. സ്തോത്രം. അതുകൊണ്ട് വിശ്വാസത്തിൽ ഉറപ്പും ധൈര്യമുള്ളവരായി നിൽക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അങ്ങനെയുള്ളവരുടെ ആഗ്രഹങ്ങൾ അനവധിയുണ്ട്. എല്ലാ ആഗ്രഹങ്ങളും ദൈവം ചിലപ്പോൾ ഈ ഭൂമിയിൽ പെട്ടെന്ന് തന്നെന്ന് വരികയില്ല. അത് ഘട്ടം ഘട്ടമായി ദൈവത്തിൻ്റെ സമയത്ത് നൽകി തന്ന് നമ്മളെ മാനിക്കും, നമ്മളെ സഹായിക്കും, നമ്മളെ ഉദ്ധരിക്കും. നമ്മുടെ ഇന്നത്തെ കഷ്ടപ്പാടുകളും വേദനകളും പ്രയാസങ്ങളും എല്ലാം മാറി നമ്മുടെ കർത്താവിൻ്റെ സന്നിധി നമുക്ക് പറയാൻ പറ്റും, എൻ്റെ ആഗ്രഹമെല്ലാം ദൈവം സാധിപ്പിച്ച് തന്നു എന്ന് പറയുന്ന ഒരു ദിനത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടെത്തിക്കും. അതിനായിട്ട് കർത്താവിൻ്റെ സന്നദ്ധിയിൽ പ്രാർത്ഥനയോടെ ഭക്തിയോടെ കർത്താവിൻ്റെ സന്നദ്ധിയിൽ എല്ലാ വിഷയങ്ങളെയും പ്രാർത്ഥിച്ചുകൊണ്ട് ആഗ്രഹിച്ച് സ്തോത്രം ചെയ്യുക. ദൈവം അത് സാധിപ്പിച്ച് തരുമാറാകട്ടെ. ആമേൻ.